കോഴിക്കോട് വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 779 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. കോഴിക്കോട് ചാലിയം സ്വദേശി കെ സിറാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഷിത ജഗത് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചെയ്യുന്നുണ്ട്. ഷിത, ഇപ്പോൾ എങ്ങനെയാണ് ഇയാൾ പിടിയിലായത്? രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു അറസ്റ്റിലേക്കൊക്കെ കടക്കുകയായിരുന്നോ? സ്നേഹ, ഡാൻസ് ഓഫിനൊപ്പം തന്നെ നാർക്കോട്ടിക് ACPക്കും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ട്രെയിൻ ഇറങ്ങി പോകുന്നതിനിടയിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആനിഹാൾ റോഡിൽ വെച്ച്, റെയിൽവേ സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള ആനിഹാൾ റോഡിൽ വെച്ചാണ് ഇയാൾ കസ്റ്റഡിയിലാകുന്നത്. 779 ഗ്രാം MDMA ആണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നത്. വിപണിയിൽ 31 ലക്ഷത്തിലധികം രൂപ വില വരുന്ന അത്ര വലിയ തുക വില വരുന്ന ഒരു മയക്കുമരുന്നാണ്. വലിയ മയക്കുമരുന്ന് വേട്ട എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ഇയാൾ ഗോവയിൽ നിന്നും ട്രെയിനിൽ കോഴിക്കോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. ഇയാളുടെ കടത്ത് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നും നേരെ ട്രെയിനിൽ ഗോവയിലേക്ക് ഈ മയക്കുമരുന്ന് കൊടുത്തയക്കുകയും ഇയാൾ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഗോവയിൽ എത്തുകയും ചെയ്യും. അവിടുന്ന് ഗോവയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ആ മയക്കുമരുന്ന് കളക്ട് ചെയ്തുകൊണ്ട് കോഴിക്കോട്ടേക്ക് വരികയാണ് ചെയ്തത്. അതിനിടയിലാണ് ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടിയിലാകുന്നത്. മുൻപും ഇതേ സമാനമായ രീതിയിൽ ഒരു ലഹരി കടത്തിയതുമായി ബന്ധപ്പെട്ട് സിറാജിനെതിരെ കേസെടുത്തിരുന്നു. അത് ഹിമാചൽ പ്രദേശിലായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത്. അതിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നാർക്കോട്ടിക്കിന്റെയും ഒപ്പം തന്നെ ഡാൻസ് ഓഫിന്റെയും ഒക്കെ നിരീക്ഷണ പരിധിയിൽ ഇയാൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഇവിടെ എത്തുന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന രീതിയിലുള്ള MDMA, ഇത്രയും ക്വാണ്ടിറ്റിയുള്ള MDMA കണ്ടെടുക്കുന്നതും ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്നേഹം.